കോഴിക്കോട് പുതിയ പാലത്തിന്റെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നതാണ്. എങ്കിൽ തന്നെയും ഇതുവരെ പാലത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. പാലം പണി മന്ദഗതിയിലായതിന് കാരണം എന്താണ് എന്നുള്ളതാണ് സമീപവാസികളുടെ ചോദ്യം. അതോടൊപ്പം തന്നെ ഇവരുടെ ദുരിതവും കാണേണ്ടത് തന്നെയാണ്. 2022 ജൂലൈ 3-നാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചത്. സ്ഥലമേറ്റെടുപ്പും പുനരധിവാസവും ഉൾപ്പെടെ 59 കോടി രൂപയാണ് പാലത്തിനായി അനുവദിച്ചത്. 24 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലത്തിന്റെ പണി പൂർത്തിയാവാത്തത് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. കൃത്യമായി ഓവുചാൽ സംവിധാനം ഇല്ലാത്തതിനാൽ പ്രദേശത്ത് മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഒരു തടിപ്പാലമായിട്ടുള്ള പുതിയ പാലം, ആ പുതിയ പാലം ഇന്ന് ഏകദേശം 76 വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും നാട്ടുകാർ ദുരിതത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാറി മാറി ഭരിച്ചിട്ടുള്ള 2 മുന്നണികളും ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. അതിന് ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് ഇന്നത്തെ ടൂറിസം മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസ്, സൗത്ത് MLA-യും അന്നത്തെ മന്ത്രിയുമായിട്ടുള്ള ശ്രീ ഹമദ് ദേവർകോവിൽ അടക്കമുള്ള ആളുകൾ വലിയ ആഘോഷം നടത്തിക്കൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടത്തിയിട്ടുള്ളത്. അന്ന് ആ ഉദ്ഘാടന കർമ്മത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് 1 വർഷം കൊണ്ട് ഈ പാലം പണി പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. എന്നാലിപ്പോൾ 2024 ആവുന്ന സമയത്ത് ഒച്ചിൻ്റെ വേഗതയിലാണ് ഈ പാലം പണി സഞ്ചരിക്കുന്നത്. പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങളെ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്.